ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കഥ എന്താണെന്നറിഞ്ഞാലോ? കഥ കേട്ടുകഴിഞ്ഞ് അതിഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോയ്ക്ക് ഹൈപ്പ് അടിക്കാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം ല്ലേ. നീലഗിരി മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഗ്രാമമായിരുന്നു മയിലാടുംപാറ. മഞ്ഞുമൂടിയ തണുത്ത പ്രഭാതങ്ങളും ശാന്തമായ അന്തരീക്ഷവും നിറഞ്ഞ ആ ഗ്രാമത്തിലേക്ക് ഒരു പുതിയ ജീവൻ കടന്നുവരികയായിരുന്നു. നഗരത്തിലെ തിരക്കുകളിൽ നിന്നും ജോലിഭാരങ്ങളിൽ നിന്നും താൽക്കാലികമായി ഒരു ആശ്വാസം തിരഞ്ഞാണ് ഹരി അവിടെയെത്തിയത്. വരണ്ട കാറ്റും തണുപ്പും ഒത്തുചേർന്ന ആ അന്തരീക്ഷം ഹരിക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു. മയിലാടുംപാറയിലെ പഴക്കമേറിയതും എന്നാൽ പ്രൗഢി ചോരാത്തതുമായ ഒരു വലിയ തറവാട്ടിലായിരുന്നു അവൻ താമസിക്കാനെത്തിയത്. ആ വലിയ തറവാടിന്റെ ഉടമസ്ഥ സരള ചേച്ചിയായിരുന്നു. ആ ഗ്രാമത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായ, പ്രായത്തിലും സൗന്ദര്യത്തിലും ഒരുപോലെ ഗാംഭീര്യമുള്ള ഒരു സ്ത്രീയായിരുന്നു സരള ചേച്ചി. തറവാടിന്റെ വലിയ മുറ്റത്തേക്ക് ടാക്സി വന്നിറങ്ങുമ്പോൾ തന്നെ ഹരിയെ സ്വീകരിക്കാൻ സരള ചേച്ചി പൂമുഖത്തുണ്ടായിരുന്നു. കസവും മുണ്ടും ബ്ലൗസും ധരിച്ച് കറുത്ത നീണ്ട മുടി പിന്നിലേക്ക് ഒതുക്കിക്കെട്ടി ശാന്തമായ പുഞ്ചിരിയോടെ നിൽക്കുന്ന സരള ചേച്ചിയെ കണ്ടപ്പോൾ തന്നെ ഹരിയുടെ മനസ്സിൽ ഒരു പ്രത്യേക ആദരവും ആകർഷണവും തോന്നി. നഗരത്തിലെ തിരക്കുകളിൽ കണ്ടുമുട്ടുന്ന സ്ത്രീകളിൽ നിന്നും വേറിട്ടൊരു തനിമ സരള ചേച്ചിയിലുണ്ടായിരുന്നു. ഹരി തന്റെ ലഗേജുകൾ താഴെയിറക്കി സരള ചേച്ചിയെ നോക്കി പുഞ്ചിരിച്ചു. സരള ചേച്ചി അവനോടകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. ആ തറവാടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ചന്ദനത്തിന്റെയും സാമ്പ്രാണിയുടെയും സുഗന്ധം അവന്റെ നാസികയിലേക്ക് ഇരച്ചുകയറി. യാത്രയൊക്കെ ബുദ്ധിമുട്ടായിരുന്നോ ഹരി? മൃദുവായ ശബ്ദത്തിൽ സരള ചേച്ചി ചോദിച്ചു. ആ ശബ്ദത്തിൽ ഒരമ്മയുടെ വാത്സല്യവും അതിലുപരി അപരിചിതമായ ഏതോ ഒരു കാന്തികതയുമുണ്ടായിരുന്നു. ഇല്ല, വഴിയിൽ നല്ല തണുപ്പായിരുന്നു, എങ്കിലും യാത്ര വളരെ സുഖകരമായിരുന്നു, ഹരി മറുപടി നൽകി. സരള ചേച്ചി അവന്റെ മുറി കാണിച്ചുകൊടുത്തു. മുകളിലത്തെ നിലയിൽ തോട്ടത്തിലേക്ക് ജനൽ തുറക്കുന്ന വലിയൊരു മുറിയായിരുന്നു അത്. ആ മുറിയുടെ ഭിത്തികളിൽ പഴയകാല ചിത്രങ്ങളും മരത്തിന്റെ മനോഹരമായ പണികളുമുണ്ടായിരുന്നു. ആ തണുത്ത വൈകുന്നേരത്ത് ചൂടുള്ള ഒരു കപ്പ് ചായയുമായി സരള ചേച്ചി അവന്റെ മുറിയിലേക്ക് വന്നു. സരള ചേച്ചിയുടെ കൈകൾ തട്ടിയപ്പോൾ ഹരിയുടെ ശരീരത്തിലൂടെ ഒരു ചെറിയ മിന്നൽ പ്രവാഹം കടന്നുപോയി. ചായ കുടിക്കുന്നതിനിടയിൽ ഹരി സരള ചേച്ചിയുടെ മുഖത്തേക്ക് സൂക്ഷ്മമായി നോക്കി. 30കളുടെ അവസാനത്തിലാണെങ്കിലും 20കളിലെ പെൺകുട്ടികളെപ്പോലെ തിളങ്ങുന്ന ചർമ്മവും ആഴമുള്ള കണ്ണുകളുമായിരുന്നു സരള ചേച്ചിക്ക്. ഭർത്താവ് വിദേശത്തായതിനാൽ സരള ചേച്ചി ആ വലിയ തറവാട്ടിൽ തനിച്ചായിരുന്നു താമസം. ചേച്ചിയുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലും ആ ശാന്തതയ്ക്ക് പിന്നിലെ വികാരങ്ങളും അവൻ പതുക്കെ തിരിച്ചറിയാൻ തുടങ്ങി. ആദ്യത്തെ ചില ദിവസങ്ങൾ വളരെ വേഗത്തിലാണ് കടന്നുപോയത്. ഗ്രാമത്തിലെ പ്രകൃതിഭംഗി ആസ്വദിച്ചും സരള ചേച്ചിയോട് സംസാരിച്ചും ഹരി സമയം ചെലവഴിച്ചു. പതുക്കെ പതുക്കെ അവർക്കിടയിലെ അപരിചിതത്വം മാറി ഒരു വലിയ സൗഹൃദം രൂപപ്പെട്ടു. രാത്രികളിൽ ഉമ്മറത്തിരുന്ന് നിലാവുള്ള ആകാശവും നോക്കി അവർ മണിക്കൂറുകളോളം സംസാരിച്ചു. സരള ചേച്ചിയുടെ വാചാലമായ സംസാരവും അർത്ഥവത്തായ പുഞ്ചിരികളും ഹരിയുടെ മനസ്സിൽ പുതിയ തരം തരംഗങ്ങൾ സൃഷ്ടിച്ചു. ഓരോ ദിവസവും കഴിയുന്തോറും അവരിലെ അടുപ്പം വർദ്ധിച്ചുവന്നു. തണുപ്പുള്ള രാത്രികളിൽ സരള ചേച്ചിയുടെ അരികിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നിഗൂഢമായ ആകർഷണം ഹരിയെ അസ്വസ്ഥനാക്കാൻ തുടങ്ങിയിരുന്നു. ഒരു ദിവസം സന്ധ്യാസമയത്ത് പെട്ടെന്ന് ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. കാറ്റും കോളു നിറഞ്ഞ ആ രാത്രിയിൽ തറവാട്ടിലെ വൈദ്യുതി നിലച്ചു. വീടാകെ ഇരുട്ടിലാണ്ടുപോയി. ഹരി തന്റെ മുറിയിലിരിക്കുമ്പോൾ ഒരു മെഴുകുതിരി വെളിച്ചവുമായി സരള ചേച്ചി അങ്ങോട്ട് വന്നു. മെഴുകുതിരിയുടെ മങ്ങിയ വെളിച്ചത്തിൽ സരള ചേച്ചിയുടെ രൂപം കൂടുതൽ മനോഹരമായി തോന്നി. ഇവിടെ പേടിയൊന്നുമില്ലല്ലോ അല്ലേ? മലയോര മേഖലയായതുകൊണ്ട് മഴ പെയ്താൽ കറണ്ട് വരാൻ വൈകും, സരള ചേച്ചി മെഴുകുതിരി മേശപ്പുറത്തു വെച്ചുകൊണ്ട് പറഞ്ഞു. ആ സമയം പുറത്തുനിന്നുള്ള തണുത്ത കാറ്റ് ജനലിലൂടെ അകത്തേക്കടിച്ചുകയറി. സരള ചേച്ചി ജനലടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ കാറ്റിന്റെ ശക്തിയാൽ അത് കൈവിട്ടുപോയി. ഹരി ഉടൻ തന്നെ സരള ചേച്ചിയുടെ അടുത്തേക്ക് ചെന്ന് ജനലടയ്ക്കാൻ സഹായിച്ചു. ആ ശ്രമത്തിനിടയിൽ ഹരി സരള ചേച്ചിയോട് വളരെ അടുത്തു നിൽക്കേണ്ടിവന്നു. സരള ചേച്ചിയുടെ ശ്വാസനിശ്വാസങ്ങൾ ഹരിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ആ നിമിഷത്തിൽ അവരുടെ കണ്ണുകൾ തമ്മിലുടക്കി. മെഴുകുതിരി വെളിച്ചത്തിൽ സരള ചേച്ചിയുടെ കണ്ണുകൾ കൂടുതൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അവർക്കിടയിൽ കനത്ത മൗനം പടർന്നു. മഴയുടെ ഇരമ്പലും അവരുടെ ഹൃദയമിടിപ്പും മാത്രമായിരുന്നു ആ മുറിയിൽ കേട്ടിരുന്നത്. സരള ചേച്ചിയുടെ തണുത്ത കൈകളിൽ ഹരി പതുക്കെ പിടിച്ചു. ആ സ്പർശനത്തിൽ സരള ചേച്ചി ഒന്ന് വിറച്ചുവെങ്കിലും കൈ പിൻവലിച്ചില്ല. മറിച്ച് കൂടുതൽ അടുത്തേക്ക് ചേർന്നു നിൽക്കുകയാണ് ചെയ്തത്. ഹരി, സരള ചേച്ചി വളരെ താഴ്ന്ന സ്വരത്തിൽ വിളിച്ചു. ആ വിളിയിൽ ഒരുപാട് വികാരങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹരി സരള ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിലെ ആഗ്രഹം അവൻ തിരിച്ചറിഞ്ഞു. അവൻ തന്റെ വിരലുകളാൽ ചേച്ചിയുടെ കവിളിൽ പതുക്കെ തലോടി. സരള ചേച്ചി കണ്ണുകൾ അടച്ച് ആ സ്പർശനം ആസ്വദിച്ചു. ആ രാത്രി അവർക്കിടയിലെ അതിരുകളെല്ലാം മാഞ്ഞുപോയി. തണുത്ത കാറ്റും മഴയുടെ സംഗീതവും അവർക്ക് ആവേശം പകർന്നു. മയിലാടുംപാറയിലെ ആ പഴക്കമേറിയ തറവാട് അവർക്കായി ഒരു സ്വപ്നലോകം തീർത്തു.
അവർ പരസ്പരം കൂടുതലടുക്കുകയും ആ തണുത്ത രാത്രിയിലെ ചൂടിൽ അലിഞ്ഞു ചേരുകയും ചെയ്തു. സരള ചേച്ചിയുടെ സാമീപ്യം ഹരിക്ക് ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരു പുതിയ അനുഭൂതിയാണ് നൽകിയത്. അടുത്ത പ്രഭാതത്തിൽ മഴ മാറി സൂര്യൻ ഉദിച്ചുയർന്നു. മരവിച്ച ആ അന്തരീക്ഷത്തിൽ ഒരു പുതിയ പ്രകാശം പരന്നു. രാവിലെ ഉണർന്ന ഹരി കണ്ടത് ജനലിനരികിൽ നിൽക്കുന്ന സരള ചേച്ചിയെയാണ്. സരള ചേച്ചിയുടെ മുഖത്ത് മുൻപെങ്ങുമില്ലാത്ത ഒരു പ്രകാശവും മനോഹരമായ നാണവുമുണ്ടായിരുന്നു. ഹരി അടുത്തെത്തിയപ്പോൾ സരള ചേച്ചി അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. അതിനുശേഷമുള്ള ദിവസങ്ങൾ അവർക്ക് മറക്കാനാവാത്തതായിരുന്നു. പകൽ സമയം സാധാരണ പോലെ കടന്നുപോകുമെങ്കിലും രാത്രിയാകുന്നതോടെ അവർ തങ്ങളുടേതായ ഒരു ലോകത്തിലേക്ക് ചുരുങ്ങി. ഗ്രാമത്തിലെ പ്രകൃതിയും തണുപ്പുള്ള അന്തരീക്ഷവും അവരുടെ ബന്ധത്തിന് കൂടുതൽ ഭംഗി നൽകി. പതുക്കെ പതുക്കെ ഹരിയുടെ തിരിച്ചുപോകാനുള്ള സമയം അടുത്തെത്തി. മടങ്ങിപ്പോകേണ്ട ദിവസം വന്നപ്പോൾ രണ്ടുപേരുടെയും മനസ്സിൽ വലിയൊരു വിഷമമുണ്ടായിരുന്നു. എങ്കിലും ആ മനോഹരമായ ഓർമ്മകളെന്നും തങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുമെന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു. യാത്ര പറയുന്ന സമയത്ത് സരള ചേച്ചി ഹരിയുടെ കൈകളിൽ പിടിച്ച് പതുക്കെ പറഞ്ഞു, എപ്പോൾ വേണമെങ്കിലും നിനക്കിങ്ങോട്ട് തിരിച്ചുവരാം, ഈ വീടും സരള ചേച്ചിയും നിന്നെ കാത്തിരിക്കും. ഹരി പുഞ്ചിരിയോടെ അത് സ്വീകരിച്ചു. മയിലാടുംപാറയുടെ തണുപ്പും സരള ചേച്ചിയുടെ ഓർമ്മകളും മനസ്സിൽ സൂക്ഷിച്ച് അവൻ തറവാടിന്റെ പടികളിറങ്ങി. വണ്ടി നീങ്ങുമ്പോൾ കണ്ണാടിയിലൂടെ അവൻ നോക്കി പൂമുഖത്ത് തന്നെയെ നോക്കി നിൽക്കുന്ന സരള ചേച്ചിയുടെ രൂപം പതുക്കെ മാഞ്ഞുപോകുന്നത് അവൻ കണ്ടു. ആ യാത്ര അവന് നൽകിയത് കുറേ നല്ല ഓർമ്മകളും ജീവിതത്തിലെ മറക്കാനാവാത്ത ചില അധ്യായങ്ങളുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. ഹൈപ്പടിക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു അടിപൊളി കഥയുമായി കാണാം. എല്ലാവർക്കും ബൈ.